ആ ശൈലി കൊണ്ടാണ് തിന്മയുടെ ഏറ്റവും വലിയ കോമരങ്ങളായിരുന്ന ആളുകളുടെ മക്കൾ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്നത് ഹബീബിന്റെ സ്വഭാവം കൊണ്ടാണ്. ആരെന്നറിയോ? അബൂജഹലിന്റെ മകൻ. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്, അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയവനാണ്. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, സ്വഹാബിയാണ്. അബൂജഹലിന്റെ മകൻ സ്വഹാബിയാണ്. വലീദ് ഇബ്നു മുഗീറ, വലീദ് ഇബ്നു മുഗീറയുടെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വലീദ് ഇബ്നു മുഗീറ നരകവാസിയാണെന്ന് ഖുർആൻ പറഞ്ഞു. വലീദിന്റെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ്, അൽ വലീദ് ഇബ്നു വലീദ്, ഇവരൊക്കെ സ്വഹാബിമാരാണ്. നോക്കണേ, തിന്മകളുടെ കൂടാരത്തിൽ നിന്ന് നന്മയുടെ മണിമുത്തുകൾ. ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുളിച്ച് വസ്ത്രം ധരിച്ചു. എന്നിട്ട് ഹാനൂത്ത് പുരട്ടി ശരീരത്തിൽ. എപ്പോഴാണ് ഹാനൂത്ത് പുരട്ടുന്നത്? മരിച്ച മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ ആ കഫം ഉടയിൽ ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ചുറ്റി, കാല് മൊത്തം, ഓരോ കാലും ഓരോന്നോരോന്ന്. മയ്യത്ത് പോലെ ചുറ്റാൻ വയ്യല്ലോ, കാരണം നടക്കണ്ടേ, യുദ്ധത്തിലല്ലേ. ഓരോ കാലും ചുറ്റിവെച്ചു. എങ്ങാനും യുദ്ധക്കളത്തിൽ ജീവൻ പോയി നഷ്ടപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഒരാൾ കണ്ടുപോവാതിരിക്കാൻ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതച്ചു. പുതിയ വസ്ത്രം, കുളിച്ച് വൃത്തിയായി. എന്നിട്ട് പറഞ്ഞു, ആരായി പറയണമെന്നറിയോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണം, വാപ്പ കൊടിയ മുശ്രിക്ക്. നബി ഞങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് കണ്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവണ്ട് റംസീസ് രണ്ടാമൻ. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ അന്ത്യവിഷയമുള്ള പുതിയൊരു മ്യൂസിയം കെട്ടിടം വരുന്നുണ്ട് ഈജിപ്തിൽ. കഴിഞ്ഞെല്ലാം പറഞ്ഞു ഈ കൊല്ലം അങ്ങോട്ട് മാറ്റും. ചെന്ന് നോക്കുമ്പോൾ മാറിയിട്ടില്ല. ഇപ്പൊ അടുത്ത കൊല്ലം മാറുന്നു പറയുന്നുണ്ട്. ഡെഡ് ബോഡി കിടക്കുകയാണ്, ഫിർഔന്റെ ഡെഡ് ബോഡി അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചു. റംസീസ് രണ്ടാമൻ എന്ന മൂസാ നബിന്റെ കാലത്തെ ഫിർഔൻ. ഫിർഔൻ ഒരാളെ പേരല്ല, രാജാവിന്റെ സ്ഥാനപ്പേര്. ഒരുപാട് ഫിർഔനുമാരുണ്ട്. മൂസാ നബിന്റെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്നാണ്. ആ മനുഷ്യനെ അല്ലാഹു ഒന്ന് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. റോയൽ മമ്മി ഹാൾ. $50 ടിക്കറ്റ് എടുത്താൽ പോയി കാണാൻ പറ്റും. മ്യൂസിയത്തിന്റെ ഉള്ളിൽ ഈ കെയ്റോ നഗരത്തിൽ തഹരീർ സ്ക്വയറിന്റെ അടുത്ത് ഈജിപ്തിൽ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഫിർഔൻ. ഈ ഉമ്മത്ത് കണ്ട ഫിർഔൻ. നബി തങ്ങൾ പറഞ്ഞ വാക്കതാണ്, വഫിർഔൻ ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്ത് കണ്ട ഫറോവയാണ് അംറു ഇബ്നു ഹിശാം. അബൂജഹൽ എന്ന് പറയുന്ന അംറു ഇബ്നു ഹിശാം ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്. അങ്ങനെ പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ എത്രത്തോളം വേദനിപ്പിച്ചു കാണണം അബൂജഹൽ. ഉമ്മത്ത് കണ്ട ഫിർഔൻ എന്ന് പറഞ്ഞത്. ആ ഫിർഔന്റെ മകൻ, നബി തങ്ങൾ പറഞ്ഞ പ്രയോഗം പറയാം, ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയായി മാറി എന്ന് മാത്രമല്ല, വഹസുന ഇസ്ലാമുഹു. മഹാനായ ഇക്രിമ തങ്ങൾ യർമൂക്ക് യുദ്ധം നടക്കുമ്പോ ശരീരമാസകലം കഫംപുട പൊതിയുന്ന പോലെ ശുദ്ധമായ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുകയും അതിൽ ഹാനൂത്ത് പുരട്ടുകയും ചെയ്ത് വുദൂ ചെയ്ത് കുളിച്ച് വൃത്തിയായി യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിനൊരു മടക്കമില്ലാത്ത യാത്ര. ഈ പോക്ക് പോയാൽ ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ്. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, സ്വഹാബികളെ, നിങ്ങളുടെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിനെ പരമേൽപ്പിക്കപ്പെടുന്നതൊന്നുമേ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ. ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ റസൂലുള്ളാഹിനോട്? ഗൾഫ് പോകുന്നവർ പറയില്ലേ, ഞാൻ പോവാണ് കേട്ടോ, അയൽവാസിയോട് പറയും, പിന്നെ മോനെ ഞാൻ കാണും, മോനോട് എന്തെങ്കിലും പറയണോ? അമ്മ പറയും, ഇന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തേക്ക്, ഇന്നലെ വിളിച്ചിരുന്നു, എന്നാലും നീ കണ്ടതൊക്കെ പറഞ്ഞേക്ക്, റാഹത്താണ്, കാണാൻ പോവാണ്. ഇക്രിമ തങ്ങൾ ചോദ്യം, അന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ല. യർമൂക്ക് യുദ്ധം നടക്കും. ഹല്ലകും മിൻ വസിയ്യത്തിൻ ഇലാ റസൂലില്ലാഹ്. സ്വഹാബികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നബിയോട് ചെന്ന് പറയണോ? നോക്കണം, കമ്മ്യൂണിക്കേഷൻ മരിച്ചു കഴിഞ്ഞാലുണ്ട് എന്നതിനർത്ഥം. മരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സ്വഹാബിമാർ, ഒരു സ്വഹാബിയാണ് ഈ പറയുന്നത്. അതിനർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ലോകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ മരിച്ച മയ്യത്ത് മോർച്ചറിയിലല്ലേ, ഒന്നും കൊണ്ട് അനങ്ങണമെന്നില്ലല്ലോ എന്ന് പറയും. ആ ലോകം ഹദീസ് പറഞ്ഞെന്ന ലോകമാണ്. നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞ് വിധി പറയാൻ കഴിയാത്ത ലോകമാണ്. അവിടെ സംസാരമുണ്ട്, അവിടെ കേൾവിയുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കേൾവിയോ സംസാരമോ അല്ല, അവിടെ നടക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. ഹല്ലകും മിൻ വസിയ്യത്തിൻ ഇലാ റസൂലില്ലാഹ്.
സ്വഹാബികളെ, ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. യർമൂക്ക് യുദ്ധം കഴിഞ്ഞാൽ ഇക്രിമയെ നിങ്ങൾ ജീവനോടെ കണ്ടെന്ന് വരില്ല. നമ്മുടെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും. നാളെ ഞാൻ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത്. റസൂലുള്ളാഹിനോട് എന്തെങ്കിലും ഞാൻ പറയണോ? നിങ്ങളുടെ വല്ല വസിയത്തുമുണ്ടോ? ആ സൈന്യം മുഴുവനും നിശബ്ദമായി പോയി. അവര് പറഞ്ഞു, ബല്ലിഗുഹു അന്നസ്സലാം, അല്ലാഹുവിന്റെ റസൂലിനോട് ഞങ്ങളുടെ സലാം പറയണേ. സഹാബികളൊക്കെ പറഞ്ഞു, റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും പറഞ്ഞു കൊടുത്തേക്ക്. ഞങ്ങളൊക്കെ സലാം പറഞ്ഞു എന്ന് പറയണേ അഷ്റഫുൽ ഖൽഖിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വാളെടുത്ത് യർമൂക്കിലേക്ക് പുറപ്പെട്ട് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ പോകുമ്പോൾ മഹാനവറുകൾ വെള്ളത്തിന് ദാഹിക്കുന്ന നേരത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. സക്കറാത്തിൽ കിടക്കുകയാണ് ഇക്രിമ തങ്ങൾ. മഹാനവറുകൾക്ക് നോമ്പുണ്ടായിരിക്കാം, അല്ലാഹു അലം. വെള്ളം കുടിച്ചില്ല. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളൂ. ആകെ ഒരു കപ്പ് വെള്ളമുള്ളൂ. മരുഭൂമിന്റെ നടുവിലാണ്. സൈന്യത്തിന് ആവശ്യമുള്ള വെള്ളയെ കയ്യിൽ കരുതൂ. ഒരു സ്വഹാബി ജീവൻ നഷ്ടപ്പെടാനിരിക്കുമ്പോ, ഷഹാദത്തിന്റെ ചിറകേറി സ്വർഗലോകത്തേക്ക് പറക്കാനിരിക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ തൊട്ടടുത്താക്ക് കൊടുത്തോളൂ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇന്റെ അപ്പുറത്തൊരാളുണ്ടല്ലോ, അവിടെ കൊടുക്കിയിരിക്കു വേണ്ട. ഈ രണ്ടുപേരും ഷഹാദത്ത് വരിക്കാൻ പോകുന്നു. മൂന്നാമത്തെ ആള് പറഞ്ഞു, അടുത്താക്ക് കൊടുത്താൽ എനിക്ക് വേണ്ട. അങ്ങനെ 4, 5, 6 പേർ വെള്ളം ആവശ്യമായി. അവസാനം നമ്മൾ പറയില്ലേ, മരിക്കുമ്പോ ഒരു തീര് വെള്ളം കുടിച്ച് മരിക്കാൻ. വെള്ളം മരിക്കണ നേരത്തെ വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ, അതൊരു ആഗ്രഹല്ലേ, തൊണ്ട നനയാൻ. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. 6 പേരും പറഞ്ഞു എനിക്ക് വേണ്ട. അവസാനം മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന സൈന്യത്തിന്റെ നേതാവ്, അതാരാ? മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ ഖുർആനിനെ പരിഹസിക്കാൻ വന്നിരുന്ന വലീദ് ഇബ്നു മുഗീറയുടെ മകൻ. ആ മകനാണ് മുസ്ലിം ഉമ്മത്തിന്റെ സൈന്യത്തിന്റെ അന്നത്തെ നേതാവ്. അവരാണ് വെള്ളം കൊടുക്കുന്നത്. അവസാനം 6 പേരും എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റിലീഫ് പരിപാടി നടന്ന എന്താ അവസ്ഥ? എന്ത് എനിക്ക് തരാഞ്ഞത്? ആകെ 2000 റുപ്യന്റെ കിറ്റേ ഉണ്ടാവുള്ളൂ. അത് എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും. ഞാൻ ഇപ്പൊ കമ്മിറ്റിപ്പെട്ട ആളല്ലേ, എനിക്കും തന്നോടെ ഒരു കേസ്. പൊന്നാര സഹോദര, നിങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ഒരാൾ വേറല്ലേ? എന്നപ്പോ ഞാൻ അതുപോലൊക്കെ തന്നെയല്ലേ, എനിക്കും ഒരു വർക്കത്തിട്ടാൻ പോകുന്നില്ലേ? നമുക്ക് വേണ്ട നമ്മൾ പറയാറുണ്ട് എപ്പോഴെങ്കിലും. പോരട്ടെ എന്നല്ലേ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു റിലീഫ് പരിപാടി നടത്താൻ വിടുമോ നാട്ടില്? പിന്നെ പരാതി, ഒരു മറ്റൊരുക്കൊക്കെ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു, മറ്റേ ആൾക്ക് കൊടുത്തു. അർഹർക്ക് കിട്ടുക. മനുഷ്യന്മാർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളാണ്. പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കും. ഇല്ലാണ്ടിരിക്കുക. എനിക്ക് കിട്ടിയില്ല, എന്റെ കൂട്ടുകാർക്ക് കിട്ടിയല്ലോ, എന്റെ അയൽവാസിക്ക് കിട്ടിയല്ലോ പടച്ചോനെ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മളെന്താ പറയാ, എന്താ ഇപ്രാവശ്യം പൊതിയൊന്ന് കുറഞ്ഞത്? ആകെ പെരുന്നാക്ക് ഇറച്ചി തിന്ന പോലെ കാലം മുഴുവൻ ഇറച്ചി തിന്നുന്നുണ്ട്, എന്നാലും പറയും പെരുന്നാക്കത്തെ പൊതി പോരായിരുന്നു. അത് അയൽവാസിക്കോ കൂട്ടുകാർക്കോ പാവപ്പെട്ടവർക്കോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരൊക്കെ കിട്ടിക്കോട്ടെ. നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്തുകൂടെ സഹോദരൻ? സക്കറാത്തിന്റെ നേരത്തെ വെള്ളം എനിക്ക് വേണ്ട, അടുത്താക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഇക്രിമ റളിയല്ലാഹു അൻഹു. എനിക്ക് വേണ്ട. ആ നേരത്ത് മനുഷ്യന്റെ തൊണ്ട ദാഹിക്കുന്ന നേരത്ത് ആ വെള്ളം, അത് അർഹതയുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട, അടുത്താക്ക്. 6 പേരും പറഞ്ഞു അടുത്താക്ക് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ആദ്യത്തെ ആളുടെ അടുത്ത് ഇക്രിമ റളിയല്ലാഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. عفاء على دنيا رحلت لغيرها فليس بها للصالحين معرج كدأب علي في المواطن كلها أبي حسن والغصن من حيث يخرج. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ വെള്ളപാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹു വന്ന ഈ ഉമ്മത്ത് കണ്ട ഫിർഔനിന്റെ മകൻ, അബൂജഹലിന്റെ മകൻ, കുഫറിന്റെ വീട്ടിൽ നിന്ന് വന്ന ഈമാനിന്റെ പ്രഭ മഹാനായ ഇക്രിമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫഖദ് മാത്, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. സ്വഹാബിമാരോട് യാത്ര പറഞ്ഞ് നബിയോട് വല്ലതും പറയണോ, ഞാൻ ഹബീബിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്വഹാബിമാർ ബല്ലിഗുഹു അന്നസ്സലാം, ഹബീബിനോട് ഞങ്ങളുടെ സലാം
പറയണേ എന്ന് വസിയത്ത് ചെയ്തു പോയ ആ രംഗം മഹാനായ ഇക്രിമ തങ്ങൾ പറഞ്ഞ വാക്ക് സംഭവിക്കുകയാണ്. ഷഹീദായി. അപ്പൊ അടുത്ത ആൾക്ക് കൊടുക്കാം നോക്കുമ്പോ അവര് ഷഹീദായി. അപ്പൊ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, നേരത്തെ കൊണ്ടുപോയ നോക്കുമ്പോ അവരും മരിച്ചിട്ടുണ്ട്. 6 പേരും മരിച്ചു. 6 പേരും ആ ഒരു ഗ്ലാസ് വെള്ളം ഒന്നുള്ളൂ, ഒരാളെ കുടിച്ച അടുത്താക്ക് കിട്ടൂല. അതാണ് അവസ്ഥ. ആ വെള്ളം എനിക്ക് വേണ്ട എന്നാ അത് അടുത്താക്ക് കൊടുത്തേക്ക്. അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൻ കുടിച്ചോട്ടെ, ഞാൻ സഹിച്ചോളാം. എന്റെ മുഅ്മിനെ, നമ്മുടെ ഒരു അവസ്ഥയിൽ ഒരു റിലീഫ് പ്രവർത്തനത്തിന്റെ ഒരു കിറ്റ് കിട്ടാതെ വന്നാൽ നമ്മുടെ മുഖം ചമക്കുന്ന ആ ഒരു സംഭവമൊക്കെ ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കണേ. നമ്മൾ എന്ത് പിശുക്കന്മാരാണ്, നമ്മൾ എന്ത് ആർത്തിയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ സഹോദരന് കിട്ടണം, എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരൻ ചിരിക്കട്ടെ, എന്റെ വീട്ടിൽ ഞാൻ കണ്ണീരടക്കി കഴിയാം, പക്ഷെ എന്റെ കൂടെയുള്ള പാവപ്പെട്ടവര് പുഞ്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. ജാതിയും മതവും അതിൽ പ്രശ്നമല്ലെന്നാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ കഷ്ടപ്പെടുമ്പോ അത് ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നാലും സാരമില്ല എന്ന് ചിന്തിക്കേണ്ടവനാണ് മുസ്ലിം. അല്ലേ? നമ്മുടെ വിശ്വാസം അതല്ലേ പഠിപ്പിച്ചത്. എങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷ്കന്മാരായി പോയത്? ഖാലിദ് തങ്ങൾ ആ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് മുഅ്മിനെ, ആ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചിട്ട് നൃത്തം നിന്നു. റബ്ബേ, ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി ഞാൻ 6 ആളുടെ അരികത്ത് ഓരോരുത്തരരികത്തും ചെന്ന് നോക്കി, കുടിച്ചോളൂ 6ൽ ഒരാൾ പോലും ആ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാൽ അവിടെ ഷഹീദാകാൻ കിടക്കുന്ന അടുത്താക്ക് വെള്ളം വേറല്ല. ആകെ ഒരു കപ്പുള്ളൂ അവിടെ. യർമൂക്ക് യുദ്ധമാണ്. യർമൂക്കിൽ വെച്ച് നടന്ന യുദ്ധം. സുബ്ഹാനല്ലാഹ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ, അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കണേ. ഫഇന്നഹും ഖദ് ഖറജൂ ഫീ സബീലിക റബ്ബേ, നിന്റെ വഴിയിലാണ് അവർ വന്നത്. അല്ലാഹുമ്മ ജുമഅനാ ബിഹിം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി കാണിച്ചു തരണേ റബ്ബേ. ഈ വെള്ളം ഞാൻ കൊടുത്തിട്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കണേ. ദുനിയാവിലെ വെള്ളം അവർ കുടിച്ചിട്ടില്ല റബ്ബേ, നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിന്റെ വെള്ളം നീ കുടിപ്പിക്കണേ എന്ന് ആ വെള്ളം പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. വെള്ളം കുടിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മുടെ ഈ ഉമ്മത്ത്. ബീബായി നബി തങ്ങളുടെ ഹബീബിനെ കൊല്ലാൻ വന്ന വാപ്പയുടെ മോനാണിത്, ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ തലയിലേക്ക് കല്ല് വാരിയിടാൻ വന്ന ആള്, ഹബീബിനെ ദ്രോഹിച്ച ആള്. ഹബീബ് നിസ്കരിക്കുമ്പോൾ ആരാണ് ഒട്ടകത്തിന്റെ അറിവ് നൽകപ്പെട്ട അറുത്ത ഒരു ഒട്ടകത്തിന്റെ നാറുന്ന ബ്ലാഡറും അതിന്റെ കുടലുകളും ആരാണ് കൈകൊണ്ട് വാരിയിട്ട് സുജൂദിൽ കിടക്കുന്ന ഹബീബിന്റെ തോളിലേക്ക് ഇടുക എന്ന് നബി തങ്ങൾ അപമാനിക്കാനും ഹബീബിന്റെ നിസ്കാരത്തോട് വെറുപ്പുണ്ടായിട്ട് അബൂജഹലാണത് ചെയ്യിപ്പിച്ചത്. അഷ്ഖൽ ഖൗം അത് ചെയ്തു. ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഉമ്മത്തു ദഅവയിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ചെയ്തു അത് ആ ഹബീബായ നബി തങ്ങളുടെ പുണ്യമേനിയിലേക്ക് ചീഞ്ഞു നാറുന്ന സർവ്വതും വാരിയെറിഞ്ഞിരുന്ന ഹബീബിനെ കൊല്ലാൻ വേണ്ടി 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടാക്കിയ ആള്, മുത്തുനബിയെ കൊല്ലാൻ 11 വധശ്രമം ചെയ്ത ആള്, ആ ആളിന്റെ മോനാണ് ഈ ഉമ്മത്തിന്റെ നന്മയുടെ സുഗന്ധമായി സുഹൃതമായി മാറിയ ഇക്രിമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ദീനിലേക്ക് വന്നതെന്നറിയുമോ? ഹബീബിന്റെ സരളമായ സ്വഭാവ ഗുണം കണ്ടപ്പോഴാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിന്റെ രീതിയും സ്വഭാവ രീതിയും ഹബീബിന്റെ സംസാര രീതിയും അങ്ങനെയായിരുന്നു നബിയെ. അങ്ങയുടെ സ്വഭാവം വല്ലാത്തതാണല്ലോ. അവര് മുഴുവനും ആകർഷിച്ചത് ആ ഒരു രീതിയാണ്, ഉപദേശത്തിന്റെ രീതി അതാണ്. സാരോപദേശം നടത്തുമ്പോ അങ്ങനെയാ ചെയ്യേണ്ടത്. കഅബാലയത്തിന്റെ വാതിൽപടിയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചുവല്ലോ, മാ തറൗന അന്നി ഫാഇലും ബികും. മക്ക വിജയം നടക്കുമ്പോ, മക്കം ഫത്ഹ് നടക്കുമ്പോ, ഹിജ്റയുടെ 8-ാം വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ദ്രോഹിച്ച മുഴുവൻ ആളുകളും മുമ്പിലുണ്ടായിരിക്കെ കഅബാലയത്തിന്റെ വാതിൽപടിയിൽ നിന്നുകൊണ്ടാണ് നബി ചോദിച്ചത്. മുഴുവൻ ആളുകളും, എല്ലാ ക്രിമിനലുകളും ഹബീബിന്റെ മുന്നിലുണ്ട്. പഞ്ചപുച്ഛമടക്കിയവർ കീഴടങ്ങിയിരിക്കുന്നു, ആയുധം വെച്ച് കീഴടങ്ങി. നബി തങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടല്ല മക്ക
കീഴടക്കുന്നത്. തക്ബീറിന്റെ തക്ബീറിന്റെ മുഴക്കം ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം നാമാവശേഷമായിരിക്കുന്നു, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം ഉച്ചരിച്ചു വന്ന സ്വഹാബിമാർ ഒരു യുദ്ധമില്ലാതെ മക്കാ നഗരം മുഴുവൻ ഹബീബിന്റെ വരുതിയിലേക്ക് വന്ന് നബിതങ്ങളെ ആട്ടിയോടിക്കാൻ ഹബീബിനെ തുരത്താനും അനുയായികളെ നാട് കടത്താനും അനുയായികളെ ദ്രോഹിക്കാനും മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകളും ഹബീബിന്റെ മുമ്പിൽ അവിടെയുണ്ട്. മക്കയിൽ കൊല്ലപ്പെട്ട സ്വനാദീദ് ഖുറൈശ് ഒഴികെ ബാക്കിയൊക്കെ അവിടെ മുമ്പിലുണ്ട്. തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ പറയില്ലേ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ഇവിടെ കാണിച്ചു തരാം, അങ്ങനെ പറയാം. പഞ്ചായത്ത് വാർഡ് മുതൽ പറയും ഡയലോഗ് ഇല്ലേ, അടുത്ത തവണ കാണിച്ചു തരാം. പള്ളി കമ്മിറ്റിയും പറയും, മദ്രസ കമ്മിറ്റിയും പറയും. ചിലപ്പോ ചില നാടുകളിലൊക്കെ ഞങ്ങൾക്ക് ഭരണം കിട്ടട്ടെ, അപ്പൊ കാണിച്ചു തരാം. തങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോ തങ്ങൾ എന്താ ചെയ്തത്? അതാണ് ബുദ്ധി, അതാണ് വിജയം. അധികാരവും കരുത്തും ശക്തിയും കയ്യിലുണ്ടായിരിക്കെ തങ്ങളോട് അനീതി ചെയ്തവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കാൻ കഴിയാൻ, അതല്ലേ ആണത്വം. തങ്ങൾ ചോദിച്ചു, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അറബികളുടെ പഴയ കഥ അനുസരിച്ച് അധികാരം കിട്ടിയവൻ കരുത്തുള്ളവൻ കരുത്തില്ലാത്തവനെ വെറുതെ വിടില്ല, വകവരുത്തു. അവർ ഹബീബിനെ മനസ്സിലാക്കി. അവർ പറഞ്ഞു, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അഖുൻ കരീം വബിനു അഖിൻ കരീം, ഞങ്ങളുടെ മാന്യനായ സഹോദരനല്ലോ മുഹമ്മദേ നിങ്ങൾ, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ മകനല്ലയോ നിങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഇദ്ഹബൂ ഫഅൻതു. ശസ്തമായ അബൂ സുഫിയാൻ എന്ന് പറയില്ലേ, അവരുടെ മുഴുവൻ പേര് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നാണ്. ഈ തങ്ങൾ മാപ്പ് തന്നാലും എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവർ ഉറപ്പിച്ചു തങ്ങൾ മാപ്പ് തരില്ലെന്ന് വിചാരിച്ച് ഓടുകയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹാരിത്ത് മക്കളെയും കൊണ്ട് മരുഭൂമിയിലേക്ക് ഓടുന്നത് കണ്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇലാ ഐന തസീറു യാ അബൂ സുഫിയാൻ? അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത്, എങ്ങോട്ടാ നിങ്ങൾ ഓടുന്നത്? എങ്ങോട്ടാ ഈ ഓട്ടം? ഞാൻ മരുഭൂമിയിലേക്ക് പോവാണ്. അഖ്റുജു ഇല സുഹറ ഫഅമൂതു അന, ഞാനും വഅത്ഫാലി, എൻ്റെ മക്കളും, ജൂഅൻ വഉരിയൻ വഅതശ, ഞങ്ങള് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ വസ്ത്രമില്ലാതെ പുതപ്പില്ലാതെ ഞങ്ങൾ ആ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ പോവാണ്. എന്തിന് ജീവിക്കണം? മക്ക മുഹമ്മദ് നബിയുടെ കയ്യിൽ വന്നില്ലേ, ഇനി എന്തിന് ജീവിക്കണം? ഇവിടെ നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പോവാൻ, ഞങ്ങൾ വെയിൽ കൊണ്ട് മരിക്കട്ടെ, ഞാനും എൻ്റെ മക്കളും മരുഭൂമിയിലേക്ക് പോവാൻ. തങ്ങൾ ചോദിച്ചു, വലിമാത, എന്തിനാ നിങ്ങൾ ഈ പോകുന്നത്? പറഞ്ഞു, ഇന്നദറകനി മുഹമ്മദുൻ ഖതഅനി ബിസൈഫി ഇറബൻ ഇറബ, എന്നെ മുഹമ്മദ് നബി തങ്ങളെങ്ങാനും കണ്ടാൽ എന്നെ വാളുകൊണ്ട് വെട്ടി പീസാക്കില്ലേ? കാരണം അത്രക്കുമേൽ മുഹമ്മദ് നബിയോട് ഉപദ്രവം ചെയ്ത ആളല്ലേ ഞാൻ എന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെ ഇബ്നു അമ്മായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ് ഇലൈഹി, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിത്ത്, ആ റസൂലിനെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നീ എന്തിനെ ചെറിയ മക്കളെടുത്ത് പോകുന്നത്? നിന്റെ ഭാര്യ മക്കളെ കുടുംബത്തെ ഉമ്മയെ കൊണ്ടുപോയി എന്തിന് മരുഭൂമിയിലെ ഈ ചൂടിൽ പോയി നീ വെള്ളവും ഭക്ഷണവും കിട്ടാതെ എന്തിന് ആത്മഹത്യ ചെയ്യണം? എന്തിന് കടുങ്കൈ ചെയ്യണം? മുഹമ്മദ് നബി തങ്ങളെ നീ ഒന്ന് ചെന്ന് കാണണം. വസല്ലിം അലൈഹി ബിന്നുബുവ, പ്രവാചകരുടെ പ്രവാചകത്വം നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതറിഞ്ഞിട്ട് നിന്റെ അധികാരവും നിന്റെ അഭിമാന ബോധവും, നീയൊക്കെ നാട്ടിലെ ശിർക്കിന്റെ കോമരങ്ങളായി തുള്ളിയ ആളുകളാണ്, ബഹുദൈവ ആരാധനയെ പ്രൊമോട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ഏകദൈവമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ വിശ്വാസം നിനക്ക് പിടിക്കാതെ വന്നു. ആ ഒരൊറ്റ തെറ്റല്ലാതെ മുഹമ്മദ് നബി നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? നബി തങ്ങൾ നിങ്ങളുടെ വീട് ആക്രമിച്ചോ? പ്രവാചകന്റെ അനുയായികൾ നിങ്ങളെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആകെ നിങ്ങളോട് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്, ഈ കണ്ണ് പടച്ചു തന്നവനാണവൻ, ഈ കൊച്ചു കണ്ണുകൊണ്ട് അല്ലാഹനെ കാണണമെന്ന് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പമറിയുന്ന ഒരു മനുഷ്യന് തന്റെ കണ്ണിന്റെ ഈ കൊച്ചു രണ്ട് സാധനത്തിന്റെ മുമ്പിൽ എനിക്കെന്റെ പടച്ചവനെ കാണണമെന്ന് പറഞ്ഞാൽ ഈ മഹാലോകം സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ എത്ര ചെറുതായി കാണിക്കലാണത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകൾ പടച്ചവൻ അവനാണ് അല്ലാഹു. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ.
കാണാത്തത് വിശ്വസിക്കൂല എന്ന് പറയുന്നവരറിയണം. അള്ളാഹുവിനെ എന്റെ കണ്ണുകൊണ്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൊച്ചാക്കലല്ലേ? എന്താ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? എത്രയാ ഭൂമിന്റെ വലുപ്പം? ഇതിനേക്കാൾ എത്ര ആയിരം മടങ്ങ് വലുപ്പമുള്ളതാണ് സൂര്യൻ. അങ്ങനത്തെ ബില്യൺ കണക്കിന് നക്ഷത്ര ഗോളങ്ങളാണ് ഒരു ഗാലക്സി എന്ന മിൽക്കി വേയിൽ. അങ്ങനത്തെ ബില്യൺ കണക്കിന് ഗാലക്സികളുള്ള അനന്തമായ വിശാലമാകുന്ന ഈ പ്രപഞ്ചം, ഇതൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ഈ ശരീരത്തിന്റെ ഒരു ചെറിയ രണ്ട് ഐബോൾ അല്ലേ, ഈ ചെറിയ രണ്ട് കണ്ണ്, ഇതിന്റെ മുമ്പിൽ അന്നങ്ങോട്ട് പ്രത്യക്ഷപ്പെടണം. ധിക്കാരല്ലേ ആ ചോദിക്കുന്നത്? മിനിമം അള്ളാഹുവിനെ ചെറുതാക്കലല്ലേ ആ ചോദ്യം? എന്റെ കണ്ണിൽ കാണണം, എന്റെ കണ്ണ് എത്ര വലുപ്പുണ്ട്? എന്റെ കണ്ണിന്റെ വലുപ്പം എന്ന് പറഞ്ഞതാ ഷുഗർ പിടിച്ചാൽ പോണ കാഴ്ചയാണ് അല്ലേ? ആ കണ്ണിന് മുമ്പിൽ അള്ളാഹിനെ കാണണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കണ്ട. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഇത്രയായിരം തെളിവുകൾ നിന്റെ മുമ്പിൽ തന്നിട്ട് ഇനി അള്ളാഹിനെ കാണണമെന്നല്ലേ? വാപ്പാന്റെ ചെക്കും കിട്ടി, വാപ്പാന്റെ കത്തും കിട്ടി, വാപ്പാന്റെ അടുത്തുള്ള വിവരം കിട്ടി, എല്ലാം കിട്ടി. വാപ്പാനൊന്ന് കാണട്ടെ എന്ന് ചോദിക്കണം. എല്ലാം അള്ളാഹു ഖുർആനും തന്നു, നബിയും തന്നു. ഈ ലോകവും മഴ, എന്താ ഈ മഴ പെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര മഴ കണ്ടു. ഈ ഒരു വഅദിന്റെ അടിയിൽ എത്ര മഴ പെയ്തു, എത്ര വെള്ളമാണ്. നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് എത്ര വെള്ളം കൊള്ളുള്ളൂ? ആ വെള്ളം ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കൈ പിടിച്ചു നോക്കി, എത്ര അതിന്റെ ഭാരം? ഒരു ബക്കറ്റ് വെള്ളം. മുമ്പൊക്കെ നമ്മൾ അങ്ങനെയല്ല, കിണറ്റിൽ നിന്ന് മുക്കിയിട്ടല്ലേ ബാത്റൂമിൽ കൊണ്ടുപോവുക. ഒരു ബക്കറ്റ് വെള്ളം. ഈ വെള്ളം നമ്മുടെ ഒരു ടാങ്കിന് താങ്ങാൻ കഴിയോ? ഈ മഴ പെയ്യുന്ന വെള്ളം അള്ളാഹു ആകാശത്ത് ക്ലൗഡിൽ ഈ വെള്ളം സൂക്ഷിച്ചു വെച്ച്, ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങണില്ല ഈ മേഘത്തിനുള്ളിൽ കൂടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഐസ് കട്ടയൊന്നും അല്ലല്ലോ. ആ പുക പോലത്തെ മേഘപടലങ്ങളെ ഒരു പ്രത്യേക സാഹചര്യം എന്നാ പറയാ, അങ്ങനെ പറയാൻ കഴിയും, അള്ളാഹ് ഉണ്ടാക്കുന്നതാണ്. യുനസ്സിലുൽ ഗൈഥ, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ലേ? കോടിക്കണക്കിന് ഗാലൻ വെള്ളം ഒരു സ്റ്റോറേജും ഒരു ടാങ്കും ഇല്ലാതെ ഈ ആകാശത്ത് അള്ളാഹു സൂക്ഷിച്ചു വെച്ചില്ലേ? എത്രയാണ് പ്രപഞ്ചത്തിന്റെ അത്ഭുതം! ഇതൊക്കെ ഉണ്ടായിട്ട് ഇനി അള്ളാഹിനെ മനസ്സിലായിട്ടില്ല എന്നാ യുക്തിവാദികൾ പറയാം. തആല അല്ലാഹു അമ്മാ യഖൂലൂന ഉലുവൻ കബീറാ. കണ്ണുകളെ പടച്ചവനാണവൻ, പക്ഷെ കണ്ണുകളെ കൊണ്ട് അവനെ കാണണം എന്ന് പറയുന്നത് ധിക്കാരമാണ്. അള്ളാഹുവിന്റെ വലുപ്പം മനസ്സിലാക്കാത്തവരത് പറയാതെ നമ്മുടെ ബക്കറ്റുമായിട്ട് പോയിക്കോട്ടെ. എല്ലാ നമ്മുടെ തേൻ വാങ്ങിയവരോ വാങ്ങിയാക്കാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഒരു ബക്കറ്റ് കൂടെ ഉണ്ടോ? വേഗം കൊടുക്കി. നാളെ വേദ ഉണ്ടോ? നാളെ അല്ലല്ലോ. അപ്പൊ പിന്നെ വേഗം ആയിക്കോട്ടെ. ഇനിയിപ്പോ തേങ്കുപ്പിയൊക്കെ ബാക്കിയപ്പോ എല്ലാവരും വരി കൊണ്ടേ കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും കിട്ടില്ലേ ഹൈറ്. എന്റെ സഹോദരിമാരും സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് സഹായിക്കുക. ഇൻഷാ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയാ, അബൂ സുഫിയാൻ ഇബ്നു ഹാരിസേ ആത്മഹത്യ ചെയ്യാൻ പോവല്ലേ? നിനക്ക് നബിയെ മനസ്സിലായിട്ടില്ലേ? നിനക്ക് റസൂലിനെ മനസ്സിലായില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യുക്തിവാദികളൊക്കെ നമ്മുടെ ഈ ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും അടിസ്ഥാനരഹിതമായ പല കഥകൾ ഉണ്ടാക്കി, ചില ഹദീസുകളുടെ പശ്ചാത്തലവും ആശയവും മനസ്സിലാക്കാതെ ദുർവ്യാഖ്യാനം ചെയ്ത് മുത്തുനബി തങ്ങളെ താറടിക്കുന്നത് കാണും ഭയങ്കര വേദന തോന്നുന്നു. ഈ മുത്തായ നബി ഇവർക്ക് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ പറയുന്ന ആശയങ്ങൾ ശരിയാന്ന് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് പറയുന്നേ ഫേസ്ബുക്കിൽ യുക്തിവാദികൾ കടന്ന് നിരങ്ങാണ്. അള്ളാഹു അവർക്ക് ബുദ്ധി കൊടുക്കട്ടെ. അറിയാത്തത് കൊണ്ടായിരിക്കും. ഈ നബിയെ അവർ അറിയും. മനസ്സിൽ എവിടെയോ ഇതൊക്കെ ചെയ്ത ഒരു മഹാവിപ്ലവകാരി നബി തങ്ങൾ ചെയ്തതിൽ കൊട്ടാരണ്ടാക്കാനാണോ? തങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ? അതൊക്കെ ചെയ്തിട്ട് ഒരാൾ ഇത്രയും ത്യാഗം സഹിച്ചാൽ ഒന്നുകിൽ ഭൗതിക നേട്ടം വേണം. നബി എന്തെങ്കിലും ഭൗതിക നേട്ടം ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ ചെയ്യുന്ന പ്രബോധനത്തിന് അള്ളാഹു നൽകുന്ന കൂലി മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസേ, നീ ആ പ്രവാചകന്റെ അരികത്തേക്ക് ചെല്ല്. തങ്ങളുടെ പ്രവാചകത്വം നീ അംഗീകരിക്ക്. വഖുൽ ലഹു കമാ ഖാല ഇഖ്വതു യൂസുഫ ലയൂസുഫ. യൂസുഫ് നബിയോട്, യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സ്വന്തം ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയോട് പറഞ്ഞ വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബിയെ പൊട്ടക്കിണറ്റിന്റെ ചരിത്രം നമുക്കറിയാലോ. ആ നബി ആരായി? വലിയ ആളായിട്ട് മാറി. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണല്ലോ പഴയ കാലത്തെ തറവാട്ടിലൊക്കെ പ്ലേറ്റ് കഴുകാൻ നിന്ന ആൾക്കാരാണ് ഇന്നത്തെ വലിയ മുതലാളിമാര്. അന്നത്തെ വലിയ ജന്മിമാരിപ്പോ ഒന്നുമില്ല, ഇവരെ വീട്ടിൽ ജോലി ചെയ്യാൻ പോവുമായിരിക്കും ചിലപ്പോ. ഇങ്ങനെയൊക്കെ നടക്കണില്ലേ? സുബ്ഹാനല്ലാഹ്.
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലെറിഞ്ഞു. ആ മഹാൻ രാജാവായിട്ട് മാറുകയാണ്. യൂസുഫ് നബിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവര് പറഞ്ഞു, തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. യൂസുഫ് നബിയേ, അല്ലാഹു നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ഒരുപാട് നന്മ നൽകിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. യൂസുഫേ, ഞങ്ങളോട് പൊറുക്കണേ എന്ന് കൊച്ചനുജനോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞ പോലെ ഹബീബിന്റെ മുമ്പിലേക്ക് ചെല്ല അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ നബിയോട് പറയും, നബിയേ, അല്ലാഹു നിങ്ങളെ ഒരുപാട് ഉയർത്തി, ഞങ്ങൾ ഒരുപാട് നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നബിയെ, ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ഹബീബിനോടൊന്ന് പറയ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ, ഈ പിഞ്ചു മക്കളെയും കൊണ്ട് മരുഭൂമിയിൽ ചെന്ന് നീ ആത്മഹത്യ ചെയ്തിട്ട് അതൊരു പരിഹാരമല്ല. റസൂലുള്ളാഹിനെ ചെന്ന് കാണു, നീ ഒന്ന് കണ്ടോ ഹബീബിനെ, നീ കണ്ടോ, ചെന്ന് നോക്ക് അബൂ സുഫിയാൻ എന്ന് സ്വന്തം എളാപ്പാന്റെ മകൻ പറഞ്ഞപ്പോ, അലി തങ്ങൾ പറഞ്ഞപ്പോ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ കേട്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഹബീബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നാവ് കൊണ്ട് പറയാൻ വഴങ്ങാതിരുന്ന ആ വാക്ക് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥിന്റെ നാവിലൂടെ വന്നു, അല്ലാഹുവിന്റെ തിരുദൂതരേ. ലോകരക്ഷിതാവ് എന്താണോ മനുഷ്യരോട് സംവദിക്കുന്നത്, അത് മനുഷ്യരോട് ഡയറക്റ്റ് അല്ലാഹു സംസാരിക്കില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. ഒരു പ്രവാചകനിലൂടെയല്ലാതെ. ആ പ്രവാചകനാണ് മനുഷ്യരോട് സൃഷ്ടാവായ മനുഷ്യനെ പടച്ചവൻ മനുഷ്യരോട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുവോ ആ നിർദ്ദേശങ്ങളെ മനുഷ്യരിൽ കൊടുക്കാൻ വന്ന അന്ത്യ റസൂലാണ് നബിയേ നിങ്ങൾ. സലാമു അലൈക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യൂസുഫിലെ 91-ാമത്തെ ആയത്ത് അങ്ങോട്ട് ഓതി കൊടുത്തു. തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈനാ വഇൻ കുന്നാ ലഖാതിഈൻ. നബിയേ, ഞങ്ങളെക്കാളും ഒരുപാട് അല്ലാഹു നിങ്ങളെ ഉയർത്തിയിരുന്നു. നബിയെ, അല്ലാഹു നിങ്ങൾക്ക് സ്ഥാനം തന്നു. ഇൻ കുന്നാ ലഖാതിഈൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട് നബിയെ എന്ന് ഹബീബിനോട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുയർത്തി നോക്കുമ്പോൾ ഹബീബായ തങ്ങൾക്കെതിരെ ഏറ്റവും ദുഷിച്ച, ഏറ്റവും മോശപ്പെട്ട തെറികൾ പറഞ്ഞിരുന്ന ആളായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്, ഇതേ പേരുള്ള ആളായതുകൊണ്ട് പറയാൻ, അദ്ദേഹം നബി തങ്ങളെ മനസ്സിലാക്കിയ ആളാണ്. പലപ്പോഴും നബിയെ കൊല്ലണം എന്ന അബൂജഹൽ വരെ പറയുമ്പോ അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട്, കൊല്ലണോ? മുഹമ്മദ് നബിയുടെ വാക്കുകൾ, അവരുടെ ചിന്തകൾ, അതൊക്കെ നഷ്ടമാവില്ലേ ആ മഹാനെ കൊന്നാൽ? അവരെ മഹാൻ ഒന്നും പറയില്ല, നബിയെ കൊന്നാൽ. കൊല്ലാണ്ട് വല്ല വകുപ്പുണ്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്. ഇത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥ നബിയോട് മാപ്പ് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് പുഞ്ചിരി വിടർന്നു. വഖത്തറത് ലഹിയതുഹു ബിദ്ദുമൂ, ഹബീബിന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. ഹബീബായ നബി സന്തോഷിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആഖിറം രക്ഷപ്പെട്ടുവല്ലോ, പരലോകം രക്ഷപ്പെട്ടല്ലോ, സഹാബിയായി മാറല്ലേ. إذا اشتبكت دموع في خدودي، إذا اشتبكت دموع في خدودي تبين ممن بكى ممن تباكى. കണ്ണുനീര് കാണുമ്പോ മനസ്സിലാവും ആരാണ് ഉണ്ടാക്കി കരയുന്നത്, ആരാണ് ശരിക്കും കരയുന്നത്. ഇദസ്തബകത് ദുമൂഉൻ ഫീ ഖുദൂദി തബയ്യന മൻ ബകാ മിമ്മൻ തബാകാ. ഹബീബിന്റെ കണ്ണെന്ന് കണ്ണുനീര് വന്നു. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിഥും കരയാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്തെ തിന്മകൾ ഓർത്തുകൊണ്ട് വേണ്ടില്ലായിരുന്നു ഈ മനോഹരമായ മുഖമുള്ള, ഈ മനോഹരമായ സ്വഭാവം പൂനിലാവ് പോലെ
മുഖത്ത് പ്രകാശമുള്ള ഹബീബുനാ റസൂലുള്ളാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മരുഭൂമിയിൽ നിന്നൊരു നേരം എനിക്ക് ഓർമ്മയുണ്ട്, പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. മരുഭൂമി നമുക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ, കുന്നുമലയൊന്നുമില്ല, തുറന്ന് കാണാം ആകാശം. ഇവിടെ ആകാശം കാണില്ല, മരത്തിന്റെ ഉള്ളിലൂടെ തുറന്ന് കാണല്ലേ. ഞാൻ ആ മരുഭൂമിയിൽ നിന്ന് നേരം ഓർമ്മയുണ്ട്, രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ, 14-ാം രാവിലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിലാണ് ഞാനും റസൂലും മരുഭൂമിയിൽ നിൽക്കുന്നത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലവജ്ഹു റസൂലില്ലാഹി അജ്മലു മിനൽ ഖമരി. റസൂലുള്ളാഹിന്റെ മുഖം ആ ചന്ദ്രനേക്കാളും ശോഭയും ഭംഗിയുമുള്ളതായിരുന്നുവെന്ന് ഹബീബിന്റെ ഖാദിമായ സ്വഹാബികളിൽ 100 കൊല്ലത്തോളം ജീവിച്ച സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ ഖാദിമായ സ്വഹാബി പറയാ, ആ ചന്ദ്രന്റെ മുഖത്ത് ഞാൻ ചന്ദ്രനെ നോക്കും, ഹബീബിന്റെ മുഖത്ത് അല്ലാഹ് ചന്ദ്രനേക്കാളും ശോഭ ഹബീബിന്റെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ സുഫിയാൻ ബിൻ ഹാരിത്ത് പറയാ, എന്തിനെ ഞാൻ ഈ ഹബീബിനെ ചീത്ത വിളിച്ചത്, എന്തിനെ ഞാൻ കുറച്ച് നേരത്തെ വന്നൂടായിരുന്നോ എനിക്ക്, എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്? റസൂലുള്ളാഹി ഞങ്ങൾ മറുപടി കൊടുത്തു. ഇതേ സൂറത്തിലെ ഈ ആയത്തിന്റെ ബാക്കി നബി തങ്ങൾ അബൂ സുഫിയാൻ ബിൻ ഹാരിത്തിനോട് ഓതി കൊടുത്തു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. അബൂ സുഫിയാൻ ബിൻ ഹാരിത്തേ, നിന്നോട് നാം പ്രതികാരം ചോദിക്കുകയില്ല, പ്രതികാരമില്ല. എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചീത്ത പറയില്ല. നമ്മുടെ ഒരുപാട് ആളുകളെ നീ കൊന്നിട്ടുണ്ട്, എന്നെ കൊല്ലൂല. ഖലാസ്, നീ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലേ, യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, വഹുവ അർഹമുർ റാഹിമീൻ, ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ അല്ലാഹു, അല്ലാഹു അല്ല ഏറ്റവും വലിയ കാരുണ്യവാൻ. ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത്. ഹബീബിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ്. വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരെ, തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ, വ്യഭിചാരത്തിന്റെ വീഡിയോകളെ അത് കണ്ടഡിക്റ്റുകളായവരെ, കുടുംബജീവിതം തകർന്നവരെ, സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ, മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്ന ഈ സംഭവം ഓർക്കണേ. ഒരാൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. വ അതൂബു മിൻ കുല്ലി മഅസിയത്തിൻ ഇല്ല സിനാ, എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു നബിയേ, ഇല്ല സിനാ, വ്യഭിചാരം എനിക്ക് നിർത്താൻ കഴിയില്ല നബിയേ. ഇത് മാത്രം പറയരുത് നബി, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം. കാണാൻ ചുരുക്കുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ പിന്നാലെ പോയി പോകും, അതിന്റെ ഒരു അസുഖമാണ് അത് നബി, അത് മാത്രം, ബാക്കിയൊക്കെ ഞാൻ സക്കാത്ത് കൊടുക്കും, ഹജ്ജ് കൊടുക്കും, സ്വതക്ക ചെയ്യും, ഹജ്ജ് ചെയ്യും, എല്ലാം ചെയ്യും നബിയെ. പക്ഷേ വ്യഭിചാരം അതെന്റെ ഒരു വീക്ക്നെസ്സാണ്, അത് മാത്രം ഞാൻ തൗബ ചെയ്യണില്ല, ബാക്കിയൊക്കെ ഞാൻ മടങ്ങി, ഈ ഒരു തെറ്റും ചെയ്യൂല നബി. ഇസ്ലാം സ്വീകരിക്കാൻ വ്യഭിചാരം അത്ര എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. സ്വഹാബിമാര് ഈ ആൾക്കെതിരെ അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ ശുദ്ധനായി എഴുന്നേറ്റു എന്നാണ് ചരിത്രം. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഫഇന്നഹു യതകല്ലമു ബിൽ ഫാഹിഷ, മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത്. അത് സ്വഹാബികൾക്ക് സഹിക്കൂല. ഹബീബിന് മുമ്പെന്ന് പറയാ, എനിക്ക് വ്യഭിചാരം മാത്രം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം. ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരിക്കും? തങ്ങൾ എന്ത് ചെയ്തു ഇയാളോട്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിന്മയെ തിരുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദഊഹു ഉത്റുകൂ, സ്വഹാബികളെ നിങ്ങൾ അയാളൊന്ന് വിടുമോ? നിങ്ങൾ അയാളെ വിട്ടേക്ക്, നിങ്ങൾ ആരും അയാളുടെ പിന്നാലെ കൂടലിൽ. വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅജ്ലസഹു ബിജാനിബിഹി, ഹബീബിന്റെ അരികത്ത് കൊണ്ടുവന്നിരുത്തി. ആരെങ്കിലും ഇരുത്തോ? അങ്ങനെ കൊണ്ടുവിടാൻ ഒരു പെണ്ണ് വിടിയാൻ ഞങ്ങൾ കൊണ്ടുവന്നിരുത്തി. ആ ചെറുപ്പക്കാരന്റെ തോളിൽ ഹബീബ് കൈവച്ചു. ഒരു തിന്മയെ തിരുത്താണ്. കുറെ ഒച്ചപ്പാടുണ്ടാക്കി, ബഹളുണ്ടാക്കി, പുറത്ത് കുറെ അടി കൊടുക്കലല്ല തിരുത്തൽ. മനസ്സിനെ തിരുത്താൻ കഴിയാണ്. തങ്ങളയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മക്കല്ലേ, നിങ്ങളെ ഉമ്മാന്റെ അടുത്ത് ഒരാളിങ്ങനെ കയറിറങ്ങി പോണത് നിങ്ങൾക്ക് ഇഷ്ടാവോ എന്ന് ചോദിച്ചു. അറബിയാണല്ലോ, കുടുംബബോധം, ഭയങ്കര അഭിമാന ബോധം.
ഉമ്മാക്ക് ഈ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ഇഷ്ടാവോന്ന് ചോദിച്ചു. പറ്റില്ല. അത്തറല്ലാഹു ലി ഉഖ്തിക, നിന്റെ മുതിർന്ന ജ്യേഷ്ഠത്തി, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം കണ്ടവരുടെ കൂടൊക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് 4-5 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതിന് ഇഷ്ടാവോ? നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, പറ്റില്ല നബിയെ, പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിച്ചാൽ നിനക്ക് കുട്ടി ഉണ്ടാവും അല്ലേ? നിന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയൊക്കെ ആയാൽ, നിന്റെ കുട്ടീൻ്റെ കല്യാണ പ്രായമൊക്കെ എത്തുമ്പോ നിന്റെ കുട്ടി പറയും ഇപ്പൊ കല്യാണം വേണ്ട, ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവാണ്, എക്സ്കർഷൻ പോവാണ്, കൂട്ടുകാരൊക്കെ ഉണ്ട്. ആരാ കൂട്ടുകാര്? ആൺകുട്ടികളാണ്, അവരുടെ കൂടെ പോവാണ്. നീ ഇഷ്ടപ്പെടുമോ നിന്റെ പെങ്ങള്, നിന്റെ മോള്? നിന്റെ മോള്, വിവാഹപ്രായമെത്തിയ മോള് ഒരുപാട് കണ്ടവരുടെ കൂടെ കഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ? ലാ വല്ലാഹ്, ഇല്ല നബിയേ, അല്ലാഹനെ തന്നെയാണ് സത്യം. അത്തറല്ലാഹു ലിസൗജതിക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യയുടെ അരികത്ത്, നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കിടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ? സ്വഹാബി, നീ ഇഷ്ടപ്പെടുമോ? എത്രയോ ഭാര്യമാർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള് ഭർത്താക്കന്മാരോട് തുറന്നു പറയും. ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അല്ലെങ്കിൽ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, വിവാഹം നടക്കുന്ന ദിവസങ്ങള്, സദ്യകൾ നടക്കുന്ന ദിവസങ്ങള് പരസ്പരം വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോ പിന്നെ പശ്ചാത്തപിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയണ്ടേ ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായി ഉണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ എത്ര പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല, നീ ഒന്ന് പറയ് എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല, നിന്നോടൊരു ദേഷ്യവും എനിക്ക് തോന്നില്ല, ഉള്ളതുപോലെ പറയ് എന്ന് 1000 തവണ സത്യം ചെയ്യിപ്പിച്ച് പറയിപ്പിച്ചാൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും ഖൽബിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് എത്രയാണ്? സഹിക്കാൻ പറ്റൂല, ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ആരോടും നീ ഏറ്റുപറയല്ലേ. കുമ്പസാരം ഇസ്ലാമിലില്ല. ഒരു ഉസ്താദിനോടും ഒരു മുലിയാരോടും ഒരു പണ്ഡിതനോട് പോലും അവനവൻ ചെയ്ത തെറ്റുകൾ പറയേണ്ട കാര്യമില്ല, പറയരുത്. അല്ലാഹുവിലേക്ക് കൈയുയർത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്ക്, മുസല്ലവിരിക്ക്, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്ക്, വീണ്ടും 2 നിസ്കരിക്ക്. അങ്ങനെ നിനക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ താണുകയാണ് സുജൂദിൽ കിടന്നു. റബ്ബേ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി, പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഖൽബുകളെ നീ ഉറപ്പിച്ചു തരണേ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിനോട് സുജൂദിൽ കിടന്ന് ദുആ ചെയ്ത് സലാം വീട്ടിയിട്ട് കുറച്ച് ദുആയും കുറച്ച് സ്വലാത്തും ദിക്റും ചൊല്ലിയിട്ട് റബ്ബിനോട് പറയേ. ഒരു മഖ്ലൂക്കിനോട് നീ പറയല്ലേ, നിന്റെ ഭർത്താവിനോട് നീ പറയേണ്ടതില്ല, നിന്റെ ഭാര്യയോട് പറയേണ്ടതില്ല, അല്ലാഹുവിനോട് പറയേ. പടച്ച തമ്പുരാൻ പൊറുക്കുന്ന പോലെ ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയില്ലേ? മുത്തുനബി തങ്ങൾ ചോദിച്ചു, വ്യഭിചാരം മാത്രം കഴിയില്ല നബിയെ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവനോട് നിന്റെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കിടക്കുന്ന നിനക്ക് ഇഷ്ടമാണോ? ലാ വല്ലാഹ്, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയുണ്ട്, ഫഹൽ യറുല്ലാഹുൽ മുസ്ലിമൂന ലിഅഖവാതിഹിം വബനാതിഹിം. നീ വ്യഭിചരിക്കുന്നത്, നീ ചാടിച്ചു കൊണ്ടുപോകുന്നത്, നീ വളച്ചു കൊണ്ടുപോകുന്നത്, നീ നിന്റെ കൂടെ കൂട്ടുന്നത്, നീ നിന്റെ ഫ്രണ്ടായി സ്വീകരിക്കുന്നത്, നീ മലിനപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളുടെ അവരുടെ പെങ്ങളാണ്, അവരുടെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്. അത് മുസ്ലിമീങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഹബീബായി നബി ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചെറുപ്പക്കാരന്റെ
കൽബിലേക്ക് കടന്നത്. റബ്ബേ, ഞാൻ ആരെ വ്യഭിചരിച്ചാലും ആ പെണ്ണതിന് സമ്മതിച്ചാലും അവൾ ഒരുത്തന്റെ പെങ്ങളാണ്, ഒരുത്തന്റെ മോളാണ്, ഒരുത്തന്റെ ഭാര്യയാണ്, ഒരുത്തന്റെ ബന്ധുവാണ്. അവരതറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഞാൻ മറ്റൊരാളിന്റെ കുടുംബത്തിന് കയറിയല്ലേ ഞാൻ ഈ മലിനപ്പെടുത്തുന്നത്? അതുകൊണ്ട് ഞാൻ അവരുടെ നിലയിൽ നിന്ന് ആലോചിക്കണ്ടേ? ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളും എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ മകളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരുടെ പെങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാണ് അതൂബു യാ റസൂലല്ലാഹി മിനസ്സിനാ, നബിയേ വ്യഭിചാരം എനിക്ക് വേണ്ട നബിയേ, വ്യഭിചാരത്തിൽ നിന്ന് തൗബ ചെയ്യുന്നു നബിയേ. ഫവളഅ യദഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൽബി റജുൽ, ആ മനുഷ്യന്റെ ഖൽബിലേക്ക്, നെഞ്ചിലേക്ക് ഹബീബ് കൈവച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ കരന്റ് പാസ് ചെയ്യുകയാണ് ഹബീബിന്റെ കരങ്ങളിലൂടെ. ആ ചെറുപ്പക്കാരന്റെ ഖൽബിലേക്ക് ഈമാനിന്റെ കണക്ഷൻ ആവുകയാണ്. എന്നിട്ട് ഹബീബ് പറഞ്ഞൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ തുഹിർ സംഅഹു. നബി അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നു, റബ്ബേ വ്യഭിചാരം ഇഷ്ടപ്പെടുന്ന ഇവൻ, പടച്ചവനെ അല്ലാഹുമ്മ തുഹിർ സംഅഹു, അവന്റെ കേൾവിയെ നീ ശുദ്ധിയാക്കണേ. കാരണം വ്യഭിചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലൂടെ ആഗ്രഹം വരും. അല്ലാഹുമ്മ തുഹിർ സംഅഹു വബസറ, പടച്ചവനെ അവന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണേ. ഇത് കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത്. പച്ചയായ വ്യഭിചാരത്തിന്റെ വീഡിയോകൾ ഇന്ന് ലഭ്യമല്ലേ? പരസ്യമായി ഒരു ലജ്ജയുമില്ലാതെ നാണമില്ലാതെ നഗ്നത കാണിക്കുന്ന എത്ര മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങളുണ്ട് ലോകത്ത്. എത്ര മൃഗങ്ങളുണ്ട്, എത്ര മൃഗങ്ങൾ, മനുഷ്യക്കോലങ്ങളായ മൃഗങ്ങൾ, നാണം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവരെ. അതുകൊണ്ട് കണ്ണുകൾ അഴിച്ചുവിട്ടാൽ ഹൃദയം കൽബ് കൊണ്ട് കണ്ണിലൂടെയാണ് കൽബിലേക്കുള്ള കണക്ഷൻ. കണ്ണെന്താണോ കാണുന്നത് അതാണ് ഹൃദയം സ്വീകരിക്കുന്നത്, അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. ആ ചിന്തകളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത്, അതാണ് നമ്മുടെ കർമ്മങ്ങളായി പരിണമിക്കുന്നത്. റബ്ബേ, ഇവന്റെ കാതും കണ്ണും നീ ശുദ്ധിയാക്കി കൊടുക്കണേ. അല്ലാഹുവേ, അവന്റെ ജനനേന്ദ്രിയം നീ ശുദ്ധിയാക്കണേ. അവൻ വ്യഭിചാരത്തിലേക്ക് പോകാതെ അവന്റെ ജനനേന്ദ്രിയം നീ സൂക്ഷിക്കണേ എന്ന് ഹബീബാ നബി തങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ പറയില്ലേ, അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമെന്ന ആ ഒരു ചോരത്തിളപ്പിന്റെ കാലം. അത് പച്ചയായി നബിയോട് ചോദിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചത് ഹബീബിന്റെ സ്വഭാവത്തിന്റെ മേന്മയാണ്. തങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചാലും എന്റെ റസൂലിനോട് മോശമായി പെരുമാറില്ലെന്ന ഉറപ്പിന്റെ പേരിലാണ് ഹബീബിനോട് അദ്ദേഹം അങ്ങനെ വാക്ക് പറഞ്ഞത്. അത് ഹബീബിന്റെ സ്വഭാവമാണ്, മുത്തുനബി തങ്ങളുടെ സ്വഭാവ ഗുണമാണ്. ആ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരുടെ ഖൽബുകളിൽ നിന്ന് തിന്മയെ പിടിച്ചു പഴുതെടുത്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മകളെ ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഹബീബിന്റെ ഉസ്ലൂബ്, ഹബീബിന്റെ രീതി. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുകൊണ്ട് സാരോപദേശം ഹബീബിന്റെ ശൈലിയിലായിരിക്കട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നുണ്ട്, മനോഹരമായ ഒരു കവിതയുണ്ട്. ഇമാം ശാഫിഈ തങ്ങൾ ഹുജ്ജത്തുൻ ഫിൽ ലുഗ, ഭാഷയിൽ പോലും തെളിവാണവര്. മനോഹരമായ അറബ് സാഹിത്യം അറിയുന്ന പ്രഗൽഭനായ ഫിഖ്ഹി പണ്ഡിതൻ, ഹദീസ് മുഹദ്ദിസ് പണ്ഡിതൻ, മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ്, തഅമ്മദ്നി ബിനുസ്ഹിക ഫിൻഫിറാദി വജന്നിബ്നി النصيحة في الجماعة. تعمدني بنصحك في انفرادي وجنبني النصيحة في الجماعة، فإن النصح بين الناس نوع من التوبيخ لا أرضى استماعا، فإن خالفتني وعصيت أمري فلا تجزع إذا لم تعت طاعا. ഉപദേശിക്കേണ്ടത് പരസ്യമായിട്ടല്ല, ഉപദേശിക്കേണ്ടത് ഒറ്റക്ക് വിളിച്ചിട്ടാണ്, സ്വകാര്യമായിട്ടാണ്. മാനം കെടുത്തലല്ല വേണ്ടത്. ഗുരുതരമായ തെറ്റ് ചെയ്തവരോട് പോലും പരസ്യമായി പേര് വിളിച്ചല്ല ആക്ഷേപിക്കേണ്ടത്, ഒറ്റക്ക് വിളിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ രീതി. മഹാനായ ശാഫിഈ ഇമാം തങ്ങൾ പറയാണ്, ഫഇന്നൻ നുസ്ഹ ബൈനൻ നാസി നൗഉം മിനത് തൗബീഖ്
പരസ്യമായിട്ട് ഒരാളെ ഗുണദോഷിക്കുന്നത് അയാളെ നാണം കെടുത്തുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് എന്നിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നിങ്ങൾ എന്നോട് ഒറ്റക്ക് വന്ന് തിരുത്തണേ. എന്താ, ഒരാൾക്ക് തെറ്റുപറ്റിയാൽ 100,000 ആളുകളുടെ വാട്സപ്പിലൂടെ അത് പോവുക, അവരുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ. ഇതിന് തൗബീഖ് എന്നാ പറയാ, നാണം കെടുത്ത നസീഹത്തല്ല, ഉപദേശം ഒറ്റക്ക കൊടുക്കേണ്ടത്.